പ്രിയകുട്ടികളെ, നമ്മുടെ എല്ലാ ചാപ്റ്ററും ഒരു പ്രാവശ്യം തീർന്നതാണ്. പക്ഷേ എല്ലാ ചാപ്റ്ററിൽ നിന്നും കുറച്ച് പോർഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും പഠിപ്പിക്കണമെന്നാണ് ഇപ്പോൾ അറിയിച്ചേക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് വീണ്ടും തുടങ്ങുകയാണ്. മെട്രീസസിനകത്ത് നമ്മൾ ഉപേക്ഷിച്ചൊരു ടോപ്പിക്ക് എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ടു ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ്. എലമെൻ്ററി റോ ഓപ്പറേഷൻ ഓർ റോ ട്രാൻസ്ഫോർമേഷൻ ടു ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനായിട്ട് എലമെൻ്ററി റോ ഓപ്പറേഷൻ വഴി അല്ലെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻ വഴി ചെയ്യുക. ഇൻവേഴ്സ് കാണാനായിട്ട് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ ഫോർമുല പഠിച്ചാണ് എ ഇൻവേഴ്സ് ഈസ് ഇക്വൽ ടു അഡ്ജ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ആ ഫോർമുല വെച്ച് ഇൻവേഴ്സ് കണ്ടുവച്ചാൽ മാർക്ക് കിട്ടില്ല. എലമെൻ്ററി റോ ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വെച്ച് ചെയ്യാൻ പ്രത്യേകം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന രീതിയിൽ നിന്ന് പറയാത്തപ്പോൾ നിങ്ങൾക്ക് എ ഇൻവേഴ്സ് അഡ്ജ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന ഫോർമുല വെച്ച് എളുപ്പത്തിൽ ചെയ്യാം. റോ ട്രാൻസ്ഫോർമേഷൻ എളുപ്പം തന്നെയാണ്. ഇനി എ ഇൻവേഴ്സ് അഡ്ജ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് പ്രത്യേകിച്ച് ഇന്ന രീതിയിൽ നിന്ന് പറയാത്തപ്പോൾ ഈ റോ ഓപ്പറേഷൻ വഴി ചെയ്താലും മാർക്ക് കിട്ടും. റോ ഓപ്പറേഷൻ 4 സ്റ്റെപ്പാണ് അതിനകത്ത് വരുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 3 ഓപ്പറേഷൻസാണ്. അറയും ആർ ജെ 2 റോ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. ആരന്മാർക്ക് 2 സൈഡിലേക്ക് ഇട്ടിരിക്കുന്നു. അറൈ ആർ ജെ ആക്കുമ്പോൾ ആർ ജെ അറൈ ആകണം. ഈ ഐയും ജെയും നമുക്ക് 1, 2, 3 ഒക്കെയാണ്. 3 റോ അല്ലെങ്കിൽ 3 കോളം വരുന്ന കണക്കുകളെ നമ്മൾ മെട്രിക്സിൽ പഠിക്കുന്നുള്ളൂ. R1 R2 ആക്കുന്നു, ഒപ്പം തന്നെ R2 R1 ആക്കുന്നു. അങ്ങനെ റോകൾ തമ്മിൽ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാം. ആ ഓപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം. RI KRI ആണ് അടുത്ത ഓപ്പറേഷൻ. ഇപ്പോൾ R1 ഫസ്റ്റ് റോയെ നമുക്ക് ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഗുണിച്ച് റോ എന്ന് പുതുക്കി എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. R1 2 R1 അല്ലെങ്കിൽ 3 R1 അങ്ങനെ ചെയ്യാം. R1 RI പ്ലസ് കെ ആർ ജെ എന്ന മൂന്നാമത്തെ ഓപ്പറേഷനും ഇവിടെ ആവശ്യ സമയത്ത് ഉപയോഗിക്കാം. പുതിയ അറൈ കിട്ടാൻ പഴയ അറൈ പ്ലസ് കെ ആർ ജെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പുതിയ ഒരു റോ R3 ഉണ്ടാക്കണമെങ്കിൽ പഴയ R3യുടെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു R2 ഓർ R1, കോൺസ്റ്റൻ്റ് ഇൻറ്റു R1 ഓർ R2 നമുക്ക് ഏതാണോ റോ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പഴയ R3യുടെ കൂടെ കൂട്ടി പുതിയ R3 കൊണ്ടുവരേണ്ടത്. അത് നോക്കി ചെയ്യുക. പുതിയ R2 കിട്ടാൻ പഴയ R2ൻ്റെ കൂടെ വേണം വേറൊരു റോയെ ഒരു കോൺസ്റ്റൻ്റ് ഗുണിച്ചത് കൂട്ടാൻ. പുതിയ R1 ആണ് ആവശ്യമെങ്കിൽ പഴയ R1ൻ്റെ കൂടെ വേണം ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഗുണിച്ച് വേറൊരു റോ ആഡ് ചെയ്യാൻ. അപ്പോൾ ഇത് 3 ഓപ്പറേഷൻസാണ് ഇങ്ങനത്തെ റോ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻ വഴി ഇൻവേഴ്സ് കാണുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 2 റോകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഒരു റോയെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഗുണിച്ച് ആ റോ തന്നെ ഒന്ന് പുതിയതാക്കി വയ്ക്കാം. ഒരു റോ പുതിയത് കിട്ടാൻ അതേ റോ തന്നെ പഴയതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ഗുണിച്ച് വേറൊരു റോ ആഡ് ചെയ്യാം. ഈ 3 ഓപ്പറേഷനാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ടു ഫൈൻഡ് എ ഇൻവേഴ്സ് ഫസ്റ്റ് റൈറ്റ് എ ഈസ് ഇക്വൽ ടു ഐ എ. എന്ന മെട്രിക്സാണ് നമുക്ക് ഇൻവേഴ്സ് കണ്ട മെട്രിക്സ്. ആദ്യം നമ്മൾ എഴുതണം ക്യാപിറ്റൽ എ ഈസ് ഇക്വൽ ടു ഐ എ. അപ്ലൈ ദ സീക്വൻസ് ഓഫ് റോ ട്രാൻസ്ഫോർമേഷൻ ടു എ ഓൺ LHS ആൻഡ് ദ സെയിം ടു ഐ ഓൺ RHS ടിൽ വി ഗെറ്റ് ഐ ഈസ് ഇക്വൽ ടു ബി എ. അപ്പോൾ നമ്മൾ ഈ LHSൽ ഈ പറയുന്ന ഏത് ഓപ്പറേഷനാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് പ്രയോഗിക്കുമ്പോൾ അപ്പോൾ തന്നെ RHS കാണുന്ന ഐ എന്ന മെട്രിക്സിലും അതേ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം. ഈ എ മാത്രം ഇംഗ്ലീഷ് അക്ഷരം എ ആയിട്ട് തന്നെ ഇടുകയുള്ളൂ. അത് നമ്മൾ തുടർന്ന് പോകണം ടിൽ വി ഗെറ്റ് ഐ ഈസ് ഇക്വൽ ടു ബി എ. LHS കിടക്കുന്ന എ എന്ന ഈ മെട്രിക്സ് ഐ എന്ന മെട്രിക്സ് ആകുന്നത് വരെ ഈ റോ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ തുടർന്നു കൊണ്ട് പോകണം. അപ്ലൈ ദ സീക്വൻസ് ഓഫ് റോ ട്രാൻസ്ഫോർമേഷൻസ് ടു എ ഓൺ LHS ആൻഡ് ദി സെയിം ടു ഐ ഓൺ RHS ടിൽ വി ഗെറ്റ് ഐ ഈസ് ഇക്വൽ ടു ബി എ. ദെൻ ബി ഈസ് എ ഇൻവേഴ്സ്. അന്നേരം ഈ കിടക്കുന്ന ബി ആണ് എയുടെ ഇൻവേഴ്സ്. ദെൻ ബി ഈസ് ഇക്വൽ ടു ഇൻവേഴ്സ്. ഇപ്പോൾ എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ആദ്യം എടുക്കേണ്ടത് എ ഈസ് ഇക്വൽ ടു ഐ എ. എന്നിട്ട് ഈ പറയുന്ന ഓപ്പറേഷൻസ് നമ്മുടെ ആവശ്യപ്രകാരം നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ഈ LHS കിടക്കുന്ന എ എന്ന മെട്രിക്സ്
ഐ എന്ന മെട്രിക്സ് ആക്കി മാറ്റാനുള്ളതാണ്. ഒരു 2x2 ഐഡൻറ്റിറ്റി മെട്രിക്സ് എങ്ങനെയിരിക്കും? മെട്രിക്സ് 1 0 0 1. ഫസ്റ്റ് റോയിൽ ആദ്യം 1, പിന്നെ 0, സെക്കൻഡ് റോയിൽ ആദ്യം 0, പിന്നെ 1. അങ്ങനെ അതിനകത്തെ എലമെൻസിനെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 3x3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ടാണ് അത് വരേണ്ടത് എങ്കിൽ നമ്മുടെ ഏതാണോ ഓർഡർ അതിനനുസരിച്ചുള്ള ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 0 0 0 1 0 0 0 1, അതായത് ഫസ്റ്റ് റോയിൽ ആദ്യം 1, സെക്കൻഡ് റോയിൽ നടുക്ക് 1, തേർഡ് റോയിൽ ലാസ്റ്റ് 1. ആ രീതിയിലൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് LHSൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. അത് വരുത്താൻ വേണ്ടി നമ്മൾ പല ഓപ്പറേഷൻസ് മാറി മാറി ഓരോ സ്റ്റെപ്പിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഐയിലും ആ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യും, ഈ എയിൽ അപ്ലൈ ചെയ്യുന്ന ഒപ്പം തന്നെ. അപ്പോൾ ഈ ഐ പതുക്കെ മാറി വേറൊരു മെട്രിക്സ് ആയിട്ട് വരും. ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് കിടന്നത് വേറൊരു മെട്രിക്സ് ആയിട്ട് മാറും. ആ വേറൊരു മെട്രിക്സ് ആണ് ഈ ബി എന്നറിയപ്പെടുന്നത്. അപ്പോൾ B × A എന്ന് വരുവാണ് ഈ RHS. അപ്പോൾ ഈ സൈഡ് ഐ ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ B ആണ് എയുടെ ഇൻവേഴ്സ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇൻ എനി സ്റ്റെപ്പ് ഈ ഫോർത്ത് എലമെൻറ്റ്സ് ഇൻ എനി വൺ റോ ഓഫ് ദ മെട്രിക്സ് ഓൺ LHS ബിക്കം സീറോസ്, ദെൻ ദ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപൂർവം ചില കണക്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ എല്ലാ എലമെൻറ്റ്സും ഏതെങ്കിലും ഒരു റോയിലെ, അതായത് LHS കിടക്കുന്ന മെട്രിക്സിലെ ഏതെങ്കിലും ഒരു റോയിലെ എല്ലാ എലമെൻറ്റ്സും 0 ആയിട്ട് വരുവാണെങ്കിൽ മുന്നോട്ട് പ്രോബ്ലം ഒന്നും ചെയ്യണ്ട, ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതി ആൻസർ അവസാനിപ്പിച്ചേക്കണം. LHS കിടക്കുന്ന ഈ മെട്രിക്സിൽ ഏതെങ്കിലും ഒരു റോയിലെ എല്ലാ എലമെൻറ്റ്സും 0 വരിക ഏതെങ്കിലും സ്റ്റെപ്പിൽ വെച്ച് വന്നാൽ all the elements in any one row of the matrix on LHS become zeros. LHS കിടക്കുന്ന മെട്രിക്സിലെ ഏതെങ്കിലും ഒരു റോയിലെ എല്ലാ എലമെൻറ്റ്സും 0 വരുവാണ് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ എങ്കിൽ അവിടെ വെച്ച് പ്രോബ്ലം നിർത്തിയിട്ട് ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതിയേക്കാം. യൂസിങ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് 2 1 1 1. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി ഈ മെട്രിക്സ് 2 1 1 1ൻ്റെ ഇൻവേഴ്സ് കാണുക. നമുക്കിതിനെ A എന്ന് പേരിടാം. ലെറ്റ് A = മെട്രിക്സ് 2 1 1 1. ആദ്യം നമ്മൾ A = IA എന്ന് എഴുതുക. A എന്നുള്ള മെട്രിക്സ് 2 1 1 1 ഐയുടെ സ്ഥാനത്ത് A 2/2 ആയതുകൊണ്ട് Iയും 2/2 എടുക്കുന്നു. മെട്രിക്സ് 1 0 0 1 × A. ഇനി നമുക്ക് ആവശ്യമുള്ള ഓപ്പറേഷൻസ് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇടത് വശത്ത് കിടക്കുന്ന മെട്രിക്സ് പതുക്കെ 1 0 0 1ലേക്ക് എത്താൻ വേണ്ടി. നിങ്ങൾ ആദ്യം മുതലുള്ള എല്ലാ സ്റ്റെപ്പും നോക്കിയോ, അത് ആദ്യം ഈ 1 0 0 1 എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഈ സൈഡ് 1 0 0 1 എത്തിച്ച് ഈ സൈഡ് I ആക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആദ്യം നമ്മൾ ഈ 1 ആണ് ഉണ്ടാക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ താഴെയുള്ള 0 ആണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ഇവിടുത്തെ 1 ഉണ്ടാക്കിയിട്ട് മുകളിലത്തെ 0 ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു ഓർഡറിലാണ് ആ പ്രോബ്ലം ചെയ്യേണ്ടത്. ആദ്യം ഇവിടെ 1 ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് 2 ആണ്. 1 ഉണ്ടാക്കാൻ വേണ്ടി ഈ സെക്കൻഡ് റോ ഫസ്റ്റ് റോയുമായിട്ട് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇവിടെ 1 ആയിക്കോളും. അങ്ങനെ ഒരു ഓപ്പറേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. R1 R2 പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഈ സ്റ്റെപ്പിനും ഇനി വരാൻ പോകുന്ന സ്റ്റെപ്പിനും ഇടയ്ക്കായിട്ട് ഈ സൈഡിൽ അത് എഴുതണം. അങ്ങോട്ടും ഇങ്ങോട്ടും അരമാർക്ക് ഇടണം. അപ്പോൾ ഈ R2 എടുത്ത് R1 ആക്കി എഴുതുന്നു, R1 എടുത്ത് R2 ആക്കി എഴുതുന്നു. ഒരു പുതിയ മെട്രിക്സ് കിട്ടുന്നു. മെട്രിക്സ് 1 1 2 1. അതേ ഓപ്പറേഷൻ ഈ കിടക്കുന്ന I എന്ന മെട്രിക്സിൽ പ്രയോഗിക്കണം. അപ്പോൾ ഈ സെക്കൻഡ് റോ 0 1 ഫസ്റ്റ് റോ ആയിട്ട് മാറുന്നു. ഫസ്റ്റ് റോ 1 0 സെക്കൻഡ് റോ ആയിട്ട് മാറുന്നു × A. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വരേണ്ട 1 0 0ൽ ഈ 1 മാത്രം ഒത്തു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്കാണ് 0 വരുത്തേണ്ടത്. ഈ ഓർഡറിൽ തന്നെയാണ് എല്ലാ പ്രോബ്ലം ചെയ്യേണ്ടത്. ഈ 1 ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ താഴേക്ക് 0 ഉണ്ടാക്കണം. അല്ല നേരെ 0 ഉണ്ടാക്കാൻ പോയത്, താഴെയുള്ള 0 ഉണ്ടാക്കണം. ഈ 2 മാറി 0 വരാൻ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനാണ് പുതിയ R2
പഴയ R2 മൈനസ് 2R1. ഇവിടെ 0 ആക്കാൻ വേണ്ടി 2ൽ നിന്ന് 2 × 1 കുറയ്ക്കുന്നു. പുതിയ R2 കിട്ടാൻ പഴയ R2വിൽ നിന്ന് 2 × R1 കുറയ്ക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഈ 1ൻ്റെ സഹായത്തോടെ മാത്രമേ ഈ 2 0 ആവുള്ളൂ. അപ്പോൾ പുതിയ R2 കിട്ടാൻ പഴയ R2വിൽ നിന്ന് 2 × R1 കുറയ്ക്കുന്നു. അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലസ് സൈൻ ഇട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചത്. പുതിയ RI പഴയ RI പ്ലസ് KRJ, പ്ലസ് മൈനസ് ഒരേ ക്രിയ തന്നെയാണ്. അതുകൊണ്ട് പ്ലസ് കണ്ടിട്ട് ചിലപ്പോൾ മൈനസ് വരും. സംഖ്യയുടെ ചിഹ്നം വരുന്നതനുസരിച്ച് വരുന്ന വ്യത്യാസം. അപ്പോൾ ഈ പുതിയ R2വിലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R2വിലെ ഫസ്റ്റ് എലമെൻറ്റിൽ നിന്ന് 2 × R1ലെ ഫസ്റ്റ് എലമെൻറ്റ് കുറയ്ക്കുന്നു. അങ്ങനെ വേണം ഇതെല്ലാം വായിക്കാൻ. പുതിയ R2വിൽ 2 എലമെൻറ്റും കണ്ടുപിടിക്കണം. R1ന് മാറ്റമില്ല, പഴയ R1 തന്നെ എടുത്തെഴുതുന്നു. ഇവിടെയും R1ന് മാറ്റമില്ല, പഴയ R1 തന്നെ എടുത്തെഴുതുന്നു. ഇൻറ്റു A എഴുതിക്കൊണ്ടിരിക്കുന്നു. പുതിയ R2വിലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R2വിലെ ഫസ്റ്റ് എലമെൻറ്റിൽ നിന്ന്, അതായത് 2വിൽ നിന്ന് 2 × R1ലെ ഫസ്റ്റ് എലമെൻറ്റ് കുറയ്ക്കുന്നു. 2 × 1. അപ്പോൾ ഇവിടെ 0 ആകുന്നു. പുതിയ R2വിലെ സെക്കൻഡ് എലമെൻറ്റ് കിട്ടാൻ പഴയ R2വിലെ സെക്കൻഡ് എലമെൻറ്റായ 1 മൈനസ് 2 × R1ലെ സെക്കൻഡ് 1. 1 മൈനസ് 2 × 1 നിങ്ങൾ വേണമെങ്കിൽ സൈഡിൽ എഴുതിക്കൊള്ളണം. അത് പഴയ R2വിലെ സെക്കൻഡ് എലമെൻറ്റ് 1 മൈനസ് 2 × R1ലെ സെക്കൻഡ് 1. 1 മൈനസ് 2 × 1, 1 മൈനസ് 2 മൈനസ് 1. ഇതേ ഓപ്പറേഷൻ RHSലെ മെട്രിക്സിലും പ്രയോഗിക്കുമ്പോൾ പുതിയ R2വിലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R2വിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 മൈനസ് 2 × R1ലെ ഫസ്റ്റ് എലമെൻറ്റ് 0. 1 മൈനസ് 2 × 0 1. പുതിയ R2വിലെ സെക്കൻഡ് എലമെൻറ്റ് കിട്ടാൻ പഴയ R2വിലെ സെക്കൻഡ് എലമെൻറ്റ് 0 മൈനസ് 2 × R1ലെ സെക്കൻഡ് എലമെൻറ്റ് 1. 0 മൈനസ് 2 × 1 മൈനസ് 2 ഇൻറ്റു A. അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഈ 2 എലമെൻറ്റ് ശരിയായി. ഇനി നമ്മൾ നിങ്ങൾക്കറിയാം 1 0 0 1. ഇനി ഇവിടുത്തെ 1 ആണ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ 1 ആണ് ഉണ്ടാകേണ്ടത്. ഇവിടെ 1 ഉണ്ടാകാൻ വേണ്ടി ഈ സെക്കൻഡ് റോയെ മൈനസ് 1 അങ്ങ് ഗുണിച്ചാൽ മതി. അപ്പോൾ പുതിയ R2, ഇത് 0 ആയതുകൊണ്ട് ഇതിന് മാറ്റവും വരില്ല. പുതിയ R2 മൈനസ് 1 × R2. പുതിയ R2 മൈനസ് 1 × പഴയ R2. അങ്ങനെ ഒരു ഓപ്പറേഷൻ നമുക്ക് ഉപയോഗിക്കാം. പുതിയ RI KRI അത് പഠിച്ചിട്ടുണ്ട് മുകളിൽ. പുതിയ R2 മൈനസ് 1 × R2. പഴയത് തന്നെയാണ് R1 1 1. ഇവിടെയും പഴയത് തന്നെയാണ് R1 0 1 ഇൻറ്റു A. പുതിയ R2 മൈനസ് 1 കൊണ്ട് R2നെ ഗുണിക്കുവാണ്. 0യും 1ഉമായിട്ട് അത് മാറി. ഇപ്പുറത്തെ സൈഡിൽ മൈനസ് 1ഉം 2ഉം ആയിട്ട് മാറി ഇൻറ്റു A. ഇവിടം വരെ എത്തി. അപ്പോൾ 1 0 0 1 ആണ് വേണ്ടത്. ഇവിടെയും കൂടി 0 വരുത്തണം. ഇവിടെ 0 വരുന്നത് ഈ 1ൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ പുതിയ R1 തന്നെ നമ്മൾ ഉണ്ടാക്കണം. പുതിയ R1 ഇവിടെ 0 വരുന്നത് ഈ 1ൻ്റെ സഹായത്തോടെയാണ്. ഈ 1 ആണ് നമ്മൾ ഇച്ചിരി മുമ്പ് ഉണ്ടാക്കിയത്. ഈ 1ൻ്റെ സഹായത്തോടെ ഇവിടെ 0 വരുമ്പോൾ പുതിയ R1 പഴയ R1 മൈനസ് R2. ഈ 1ൽ നിന്ന് ഈ 1 കുറച്ചാലാണ് ഇവിടെ 0 വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ പുതിയ R1 പഴയ R1 മൈനസ് R2. അപ്പോൾ പുതിയ R1ലെ 1 2 3 4 2 മെട്രിക്സിലും കൂട്ടി 4 എലമെൻറ്റ് പുതിയതുണ്ടാക്കണം. R2 പഴയത് തന്നെ എഴുതി വയ്ക്കാം. 0 1 മൈനസ് 1 2 ഇൻറ്റു Aയും അങ്ങനെ തന്നെ എഴുതാം. പുതിയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് 1 മൈനസ് R2ലെ ഫസ്റ്റ് എലമെൻറ്റ് 0 1 മൈനസ് 0 1.
പുതിയ R1-ലെ ഈ സെക്കൻഡ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1-ലെ സെക്കൻഡ് എലമെൻറ്റായ 1 മൈനസ് R2-ലെ സെക്കൻഡ് എലമെൻറ്റ് 1, അപ്പോൾ 1 മൈനസ് 1 0. പുതിയ R1-ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ ഇത് കിട്ടാൻ പഴയ R1-ലെ ഫസ്റ്റ് എലമെൻറ്റ് 0 മൈനസ് R2-ലെ ഫസ്റ്റ് എലമെൻറ്റ് -1. 0 മൈനസ് -1 പ്ലസ് 1. പുതിയ R1-ലെ ഈ സെക്കൻഡ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1-ലെ സെക്കൻഡ് എലമെൻറ്റ് 1 മൈനസ് R2-ലെ സെക്കൻഡ് എലമെൻറ്റ് 2. 1 മൈനസ് 2 മൈനസ് 1 ഇൻറ്റു എ. ഇപ്പോൾ നമുക്ക് LHS-ൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് വന്നു. ഇവിടെ നേരത്തെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് കിടന്നത് വേറൊരു മെട്രിക്സ് ആയിട്ട് മാറി. അതിന് B എന്ന് പേരിട്ടു. I സമം BA, ദെൻ B ഈസ് ഇക്വൽ ടു A ഇൻവേഴ്സ്. ബിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്ന മെട്രിക്സ് 1 മൈനസ് 1 മൈനസ് 1 2. അങ്ങനെയാണ് നമ്മുടെ എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് അകത്തെ കണക്ക് കാണുമ്പോൾ ഭയങ്കര പ്രയാസമായിട്ട് തോന്നും, പക്ഷേ കുറച്ച് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നല്ല എളുപ്പമാണ്. ഈ രണ്ടാമത്തെ കണക്കോടെ പറഞ്ഞുതരാം. യൂസിങ് എലമെൻ്ററി റോ ഓപ്പറേഷൻ ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ്. യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ റോ ഓപ്പറേഷൻ വെച്ചാണ് കണക്ക് ചെയ്യണത്, കോൾ ഓപ്പറേഷൻ ചെയ്യാറില്ല. യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് മാത്രം ചോദിക്കുക, റോ എന്ന വാക്കില്ലാതെ. എങ്കിലും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് 1 to 2 മൈനസ് 1. ലെറ്റ് എ ഈസ് ഇക്വൽ ടു മെട്രിക്സ് 1 to 2 മൈനസ് 1. ആദ്യം എഴുതേണ്ടത് എ ഈസ് ഇക്വൽ ടു IA, ലാസ്റ്റ് എത്തേണ്ടത് I ഈസ് ഇക്വൽ ടു BA. എ മെട്രിക്സ് 1 to 2 മൈനസ് 1 ഈസ് ഇക്വൽ ടു ഐയുടെ സ്ഥാനത്ത് മെട്രിക്സ് 1 0 0 1 ഇൻറ്റു എ. ആദ്യം നമുക്ക് ഇവിടെ 1 തന്നെയാണ് വേണ്ടത്, അതുകൊണ്ട് അതവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ 0 ആക്കുവാണ് വേണ്ടത്. ഇവിടെ 0 ആക്കാൻ ഈ 1-ൻ്റെ സഹായം വേണം. അപ്പോൾ 2 മൈനസ് 2 ഇൻറ്റു 1 ആണ് ചെയ്യണത്. എന്ന് വെച്ചാൽ പുതിയ R2 കിട്ടാൻ പഴയ R2 മൈനസ് 2 ഇൻറ്റു R1. ഈ സംഖ്യയിൽ വരുന്ന മാറ്റം നമ്മൾ റോയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. പുതിയ ഈ 2 0 ആകാൻ 2 മൈനസ് 2 ഇൻറ്റു 1 ചെയ്യുന്നു. അപ്പോൾ പുതിയ R2 കിട്ടാൻ പഴയ R2 മൈനസ് 2 ഇൻറ്റു R1. അതാണ് നമ്മുടെ ഓപ്പറേഷൻ. ഈ ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് എഴുതിയിട്ട് മാറ്റം വരുന്ന അടുത്ത മെട്രിക്സുകൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നു. പുതിയത് R2 മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡിലും R1 പഴയത്, മെട്രിക്സ് 1 2, ഇവിടെയും മെട്രിക്സ് 1 0, എ ഇത്ര എഴുതി വയ്ക്കാം. ഈ പുതിയ R2 ഈ പുതിയ R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. പുതിയ R2-ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R2 ഫസ്റ്റ് എലമെൻറ്റായ 2 മൈനസ് 2 ഇൻറ്റു R1-ലെ ഫസ്റ്റ് എലമെൻറ്റ് 1. 2 മൈനസ് 2 ഇൻറ്റു 1 ഉത്തരം 0. പുതിയ R2 സെക്കൻഡ് കിട്ടാൻ, അതായത് ഇത് കിട്ടാൻ പഴയ R2 സെക്കൻഡായ -1 മൈനസ് 2 ഇൻറ്റു R1 സെക്കൻഡ് 2. -1 മൈനസ് 2 ഇൻറ്റു മൈനസ് ഇത് -1 മൈനസ് 2 ഇൻറ്റു R1-ലെ സെക്കൻഡ് 2. -1 മൈനസ് 2 ഇൻറ്റു 2. -1 മൈനസ് 4 മൈനസ് 5. ആവശ്യക്കാർ സൈഡിൽ അത് എഴുതിക്കൊള്ളണം. -1 മൈനസ് 2 ഇൻറ്റു 2. ഇനി 1 0 നമ്മൾ ഫസ്റ്റ് എഴുതി വെച്ചേക്കണതാണ്. പുതിയ R2-ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R2 ഫസ്റ്റ് എലമെൻറ്റ് 0 മൈനസ് 2 ഇൻറ്റു R1-ലെ ഫസ്റ്റ് എലമെൻറ്റ് 1. 0 മൈനസ് 2 ഇൻറ്റു 1. അപ്പോൾ എന്ത് കിട്ടി? -2. പുതിയ R2 സെക്കൻഡ് കിട്ടാൻ പഴയ R2 സെക്കൻഡായ 1 മൈനസ് 2 ഇൻറ്റു R1 സെക്കൻഡ് 0. 1 മൈനസ് 2 ഇൻറ്റു 0 1 ഇൻറ്റു എ. ഇവിടം വരെ എത്തി. ഇനി നമുക്ക് ഇവിടെ 1 ഉണ്ടാക്കണം. ഇവിടെ 1 ഉണ്ടാക്കാൻ -5 കൊണ്ട് ഹരിച്ചാൽ മതി, അല്ലെങ്കിൽ -1/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ പുതിയ R2 -1/5 R2 എന്നങ്ങ് എഴുതി. പുതിയ R2 നമുക്ക് ഉണ്ടാക്കാം. പഴയത് R1 രണ്ട് സൈഡിൽ അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു എ. പുതിയ R2 -1 ഇൻറ്റു R2. അപ്പോൾ ഇത് 0 തന്നെ, ഇത് 1. ഇതും എന്തായി മാറുന്നു? -2 ഇൻറ്റു -1/5 വരുമ്പോൾ 2/5 വരുന്നു. 1 ഇൻറ്റു -1/5 ചെയ്യുമ്പോൾ -1/5 വരുന്നു. അവിടെ വരെ എത്തി ഇൻറ്റു എ. ഇനി നമുക്ക് ഇവിടം കൂടി 0 ഉണ്ടാക്കിയാൽ മതി.
ഈ 2 സീറോ ആകുന്നത് ഈ 1ൻ്റെ സഹായത്തോടുകൂടിയാണ്. അപ്പോൾ പുതിയ R1 ഉണ്ടാക്കാൻ പഴയ R1 മൈനസ് 2 ഇൻറ്റു R2, 2 മൈനസ് 2 ഇൻറ്റു 1 ചെയ്താണ് ഇവിടെ സീറോ ആക്കുന്നത്. ഈ 2 മൈനസ് 2 ഇൻറ്റു ഈ 1 ചെയ്താണ് ഇവിടെ സീറോ ആക്കുന്നത്. അപ്പോൾ അത് ഓപ്പറേഷനായിട്ട് പറയുമ്പോൾ പുതിയ R1 പഴയ R1 മൈനസ് 2 ഇൻറ്റു R2. പുതിയത് R1 ആണ്, R2 പഴയതാണ്. R2 എഴുതി വയ്ക്കാൻ രണ്ട് സൈഡിലെയും 0 1 2/5 മൈനസ് 1/5 അത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് ഇൻറ്റു എ. പുതിയ R1 രണ്ട് സൈഡിലൂടെ കണ്ടുവച്ച് കഴിഞ്ഞാൽ കണക്ക് തീരും. പുതിയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1ലെ ഫസ്റ്റ് മൈനസ് 2 ഇൻറ്റു R2 ഫസ്റ്റ്. പുതിയ R1ലെ സെക്കൻഡ് കിട്ടാൻ പഴയ R1 സെക്കൻഡ് മൈനസ് 2 ഇൻറ്റു R2 സെക്കൻഡ്. അങ്ങനെ വായിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. പുതിയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1 ഫസ്റ്റ് എലമെൻറ്റായ 1 മൈനസ് 2 ഇൻറ്റു R2ലെ ഫസ്റ്റ് എലമെൻറ്റ് 0. 1 മൈനസ് 2 ഇൻറ്റു 0 1. പുതിയ R1ലെ സെക്കൻഡ് കിട്ടാൻ പഴയ R1ലെ സെക്കൻഡായ 2 മൈനസ് 2 ഇൻറ്റു R2 സെക്കൻഡ് 1. 2 മൈനസ് 2 ഇൻറ്റു 1 0. ഇവിടെ 0 ആയി. പുതിയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1 ഫസ്റ്റ് എലമെൻറ്റായ 1 മൈനസ് 2 ഇൻറ്റു R2ലെ ഫസ്റ്റ് എലമെൻറ്റ് 2/5. 1 മൈനസ് 2 ഇൻറ്റു 2/5 അതൊക്കെ ഇവിടെ എഴുതണം. 1 മൈനസ് 2 ഇൻറ്റു 2/5 1 മൈനസ് 4/5 അതായത് 1/5. പുതിയ R1ലെ സെക്കൻഡ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1 സെക്കൻഡായ 0 മൈനസ് 2 ഇൻറ്റു R2 സെക്കൻഡ് മൈനസ് 1/5. 0 മൈനസ് 2 ഇൻറ്റു മൈനസ് 1/5 0 പ്ലസ് 2/5 അതായത് 2/5. ഈ കാര്യം നിങ്ങൾ സൈഡിൽ എഴുതണം ഇൻറ്റു എ. അപ്പോൾ I സമം ബി എ, ബി സമം എ ഇൻവേഴ്സ് ഈക്വൽ ടു മെട്രിക്സ് 1/5 2/5 2/5 മൈനസ് 1/5. രണ്ട് കണക്കായപ്പോൾ കുറച്ചും കൂടെ മനസ്സിലായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കണക്കൂടെ പറയുമ്പോൾ കൃത്യം മനസ്സിലായിക്കോളും. എ ഈക്വൽ ടു മെട്രിക്സ് 2 3 മൈനസ് 1/5 എ ഈക്വൽ ടു ഐ എ. മെട്രിക്സ് 2 3 മൈനസ് 1/5 ഈക്വൽ ടു മെട്രിക്സ് 1 0 0 1 ഇൻറ്റു എ. ആദ്യം നമുക്ക് ഇവിടെ 1 ഉണ്ടാക്കണം. ഇവിടെ 1 ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാം, ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ മതി. പുതിയ R1 പഴയ R1 പ്ലസ് R2. 2ൻ്റെ കൂടെ -1 കൂട്ടി ഇവിടെ 1 വരും. അപ്പോൾ നമുക്ക് പറയാം പുതിയ R1 കിട്ടാൻ പഴയ R1 പ്ലസ് R2. R1 മാത്രമേ പുതിയതുള്ളൂ, R2 രണ്ട് സൈഡിലെയും പഴയത്. -1 5 0 1 ഇൻറ്റു എ അത്ര എഴുതി. പുതിയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് 2ൻ്റെ കൂടെ R2ലെ ഫസ്റ്റ് എലമെൻറ്റ് -1 കൂട്ടുന്നു. 2 പ്ലസ് -1 1. അതുപോലെ 3 പ്ലസ് 5 8 ഇവിടെ വരും. 1 പ്ലസ് 0 1 ഇവിടെ വരും. 0 പ്ലസ് 1 1 ഇവിടെ വരും. പക്ഷേ എല്ലാ സമയത്തും നമ്മൾ ആ പറയുന്ന കാര്യം സെയിം തന്നെയാണ്. ഇവിടുത്തെ പുതിയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1 ഫസ്റ്റ് എലമെൻറ്റ് 1 പ്ലസ് R2ലെ ഫസ്റ്റ് എലമെൻറ്റ് 0 1 പ്ലസ് 0 1. ഇങ്ങനത്തെ കാര്യങ്ങൾ 2 പ്ലസ് -1 1 ഓരെണ്ണം പറഞ്ഞു വെച്ചാൽ അതുപോലെ 3 പ്ലസ് 5 8 1 പ്ലസ് 0 1 0 പ്ലസ് 1 1 പറഞ്ഞു എഴുതാം ഇൻറ്റു എ. ഇനി ഇവിടെ 0 ആക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഇവിടെ 1 പിന്നെ ഇവിടെ 0 പിന്നെ ഇവിടെ 1 പിന്നെ ഇവിടെ 0. അതാണ് അതിൻ്റെ ഓർഡർ. 1 0 1 0. ഇവിടെ 0 ആക്കാൻ ചെയ്യേണ്ടത് ഇവ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ 0 ആകാമെന്ന് വെച്ചാൽ പുതിയ R2 ഉണ്ടാകണം. പുതിയ R2 പഴയ R2 പ്ലസ് R1 എഴുതിയേക്കണം. അപ്പോൾ പുതിയത് R2 മാത്രമേ ഉള്ളൂ, R1 പഴയത് രണ്ട് സൈഡിലും 1 8 1 1 എഴുതി വയ്ക്കാം ഇൻറ്റു എ. അപ്പോൾ ഇതും കൂടെ കൂട്ടിയാണ് ഇവിടെ 0 വരുന്നതെന്ന് മനസ്സിലായി. 5 8 കൂടെ അതുപോലെ കൂട്ടുമ്പോൾ 13 0യും 1 കൂടെ കൂട്ടുമ്പോൾ 1 1 1 കൂടെ കൂട്ടുമ്പോൾ 2 എ. ഇനി നമുക്ക് ഇവിടെ 1 ഉണ്ടാക്കണം. അതിന് /13 അല്ലെങ്കിൽ 1/13 ഇൻറ്റു. അപ്പോൾ പുതിയ R2 1/13 R2 എന്ന് എഴുതിക്കൊണ്ട് R1 രണ്ട് സൈഡിലെയും പഴയത് എഴുതി വയ്ക്കുക. മെട്രിക്സ് 1 8 1 1 എ. പുതിയ R2 1/13 R2 0 1. ഇവിടെ 1/13 2/13 അത്ര എഴുതി. ഇനി നമുക്ക് ഇവിടെയും കൂടി ഒന്ന് 0 ആക്കി വെച്ചാൽ മതി. ഇവിടെ 0 ആക്കാൻ നിങ്ങൾക്കറിയാം. 8 - 1 ഇൻറ്റു 8 -
8 ഇൻറ്റു 1. ഈ 8 മൈനസ് 8 ഇൻറ്റു 1. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? പുതിയ R1 പഴയ R1 മൈനസ് 8R2. പുതിയ R1 ഇവിടെ 0 ആകാൻ പഴയ R1 മൈനസ് 8R2 ഇത് എഴുതിയേക്കണം. പുതിയ R1 പഴയ R1 മൈനസ് 8R2. അപ്പോൾ ഇവിടെ 1 0 0 1 അങ്ങനെ ഒത്തു വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു സംശയം വരും, ഈ 1 മാറില്ലേ എന്ന് പറഞ്ഞു നോക്കാം. പുതിയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പുതിയത് R1 മാത്രമേ ഉള്ളൂ, R2 പഴയതാണ്. അതുകൊണ്ട് 0 1 1/13 2/13 R2 പഴയത് തന്നെ രണ്ട് സൈഡിൽ എടുത്തെഴുതുന്നു. പുതിയ R1ലെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1 ഫസ്റ്റ് എലമെൻറ്റ് 1 മൈനസ് 8 ഇൻറ്റു R2 ഫസ്റ്റ് എലമെൻറ്റ് 0, അപ്പോൾ 1 തന്നെ. പുതിയ R1 സെക്കൻഡ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1 സെക്കൻഡായ 8 മൈനസ് 8 ഇൻറ്റു R2 സെക്കൻഡ് 1, അപ്പോൾ നമുക്ക് 0 കിട്ടുന്നു. പുതിയ R1 ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1 ഫസ്റ്റ് എലമെൻറ്റ് 1 മൈനസ് 8 ഇൻറ്റു R2വിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് 1 മൈനസ് 8 ഇൻറ്റു 1/13. 1 മൈനസ് 8 ഇൻറ്റു 1/13. 1 എന്ന് പറഞ്ഞാൽ 13/13 മൈനസ് 8 ഇൻറ്റു 1/13 8/13. 13/13 മൈനസ് 8/13 5/13. പുതിയ R1 സെക്കൻഡ് കിട്ടാൻ പഴയ R1 സെക്കൻഡ് 1 മൈനസ് 8 ഇൻറ്റു R2വിൻ്റെ സെക്കൻഡ്. ഈ 1ന്ന് 8 ഇൻറ്റു 2/13 കുറയ്ക്കുന്നു. 1 മൈനസ് 8 ഇൻറ്റു 2/13 1 മൈനസ് 16/13. 13/13 മൈനസ് 16/13 മൈനസ് 3/13 ഇൻറ്റു എ. I is equal to BA, B is equal to A inverse matrix 5/13 മൈനസ് 3/13 1/13 2/13. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്നു. ഈ 3 കണക്ക് ഒരേ ടൈപ്പ് കണക്കാണ്, എല്ലാം 2/2 മെട്രിക്സ് ആണ്. തുടങ്ങേണ്ടത് A is equal to IA, എയും ഐയും മെട്രിക്സ്, മറ്റേ എ അടുത്ത എ ഇംഗ്ലീഷ് അക്ഷരം തന്നെ. ലാസ്റ്റ് വരേണ്ടത് I is equal to BA, B is equal to A inverse. ഇതിൽ ഏതെങ്കിലും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വൈകിട്ട് പരീക്ഷ ഉണ്ടായിരിക്കും.